റേഡിയോ നെയ്തൽ 107.8 FM എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സർഗവേദിയിലേക്ക് സ്വാഗതം. സർഗവേദിയിൽ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ലിയോ 13th LP സ്കൂളിലെ കൊച്ചു കൂട്ടുകാരാണ്. നമുക്ക് അവരുടെ കൊച്ചു കൊച്ചു പരിപാടികളിലേക്ക് പോകാം. ആദ്യമായിട്ട് ഒരു സ്റ്റോറി ടെല്ലിംഗ് ആണ്, ഇംഗ്ലീഷ് സ്റ്റോറി ടെല്ലിംഗ്. നമുക്ക് വേണ്ടിയിട്ട് കഥ പറയുന്നത് ഏഞ്ചൽ അണ്ണയാണ്. കഥയുടെ പേര് 2 Silly Gods. അത്യാഗ്രഹം ആപത്താണെന്ന് നമ്മൾ പറയാറില്ലേ, അതുപോലെ തന്നെയാണ് മണ്ടത്തരവും ആപത്താണെന്ന് പറയുന്ന മനോഹരമായൊരു കഥയാണ് അന്ന നമുക്ക് വേണ്ടിയിട്ട് പങ്കുവയ്ക്കുന്നത്. Hello everyone, my name is Angel Anna. I am 5 years old. I am studying in Leo 13th LP school from UKG A1. My story is 2 silly girls. Once upon a time, there were 2 silly goats. They wanted to cross a narrow bridge. One silly goat is one side and other silly goat on other side. When they came to the middle of the bridge, they could not pass each other, so they started fighting. Both of them fell into the water and drowned. Moral of the story: foolishness is always punished. Thank you. ഇനി നമുക്കൊരു ഇംഗ്ലീഷ് കഥ തന്നെ കേൾക്കാം. ബെല്ല ജോൺ ആണ് കഥ നമുക്ക് വേണ്ടിയിട്ട് പങ്കുവെക്കുന്നത്. നമുക്കെപ്പോഴും എല്ലാവർക്കും അറിയാവുന്ന ഒരു കഥ തന്നെയാണ് ദ ഫോക്സ് ആൻഡ് ദ ഗ്രേപ്സ്. ഇവിടെ എന്താണ്? അത്യാഗ്രഹം ആപത്താണെന്നാണ് ഈ കഥയിലൂടെ കൊച്ചു കൂട്ടുകാർ മനസ്സിലാക്കുന്നത്. കൂട്ടുകാർക്ക് കഥ ഇഷ്ടമാണെന്നറിയാം. അപ്പോൾ നമുക്ക് വേഗത്തിൽ കഥ കേൾക്കാം. ഹായ് ഫ്രണ്ട്സ്, ഐ ആം ബെല്ല ജോൺ. ടുഡേ ഐ ആം going to tell the story The Fox and the Grapes. One day a fox was very hungry, but a fox saw a bunch of grapes hanging from a vine. He wanted the grapes, so he jumped and jumped again, but he didn't get the grapes. At last he said, "The grapes are sour," and walked away. The moral of the story: don't be greedy. Thank you. കൂട്ടുകാരെ, ഇനി നമുക്കൊരു പ്രസംഗം കേട്ടാലോ? പ്രസംഗത്തിൻ്റെ വിഷയമാണ് ഏറ്റവും രസകരമായത്. ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ നമ്മളെല്ലാം അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് മൊബൈൽ ഫോണിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും. ഇന്നത്തെ തലമുറ ഏറ്റവും അധികം അഡിക്ഷൻ ആയിട്ടിരിക്കുന്ന ഒന്ന് തന്നെയാണ് സ്ക്രീൻ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ മുഹമ്മദ് യാസ്വിൻ ഈ ഒരു വിഷയത്തെ ആസ്പദമാക്കി നിങ്ങളോട് ഒരു ചെറു പ്രസംഗം അവതരിപ്പിക്കുന്നതായിരിക്കും. പ്രിയ കൂട്ടുകാരെ, മൊബൈൽ ഫോൺ കൊണ്ടുള്ള ഗുണവും ദോഷവും എന്ന വിഷയത്തെക്കുറിച്ചാണ് ഞാനിന്നിവിടെ പറയാൻ പോകുന്നത്. ഒരു സാധാരണക്കാരൻ്റെ ജീവിതത്തിലേക്ക് പെട്ടെന്ന് കടന്നു വന്ന ഒരു ഉപകരണമാണ് മൊബൈൽ ഫോൺ. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് ധാരാളം നേട്ടങ്ങളും അതേപോലെ തന്നെ ദോഷങ്ങളുമുണ്ട്. സന്ദേശവിനിമയ രംഗത്തെ ഇളക്കിമറിച്ച ഒന്നാണ് മൊബൈൽ ഫോണിൻ്റെ കണ്ടുപിടുത്തം. കൊണ്ടു നടക്കാവുന്ന തരം ഫോണുകൾ വന്നതോടെ ലോകം കൈപ്പിടിയിൽ ഒതുങ്ങുന്ന അവസ്ഥയിലായി. ഇന്ന് ഗാനങ്ങൾ കേൾക്കുവാനും ചിത്രങ്ങൾ എടുക്കുവാനും വീഡിയോകൾ കാണുവാനും സൗകര്യമുള്ള ഫോണുകൾ ഈ രംഗത്തുണ്ട്. എന്തിനേറെ പറയാം, ഇന്ന് പണമിടപാട് നടത്തുന്നത് വരെ മൊബൈൽ ഫോണുകളാണ്. അധികമായാൽ അമൃതം വിഷം എന്ന് പറയുന്നത് പോലെ മൊബൈൽ ഫോണിൻ്റെ ഗുണങ്ങളെപ്പോലെ തന്നെ ദോഷങ്ങളുമുണ്ട്. അതിലേറ്റവും പ്രാധാന്യം ആരോഗ്യ പ്രശ്നങ്ങളാണ്. മൊബൈൽ ഫോണിൽ നിന്ന് വരുന്ന റേഡിയേഷൻ തലച്ചോറിൻ്റെ കോശങ്ങളെ ബാധിക്കുന്നു. അറിവില്ലായ്മ, കാഴ്ചക്കുറവ്, തലവേദന എന്നിങ്ങനെയുള്ള അസുഖങ്ങൾ വരുന്നു. ഐസ്മേസ് രോഗത്തിന് അടിമകളാവുന്നു. എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കുട്ടികളോടാണ്. മൊബൈൽ ഗെയിം കളിച്ചു തീർക്കുന്ന വൈകുന്നേരങ്ങളിൽ നിങ്ങൾ കൂട്ടുകാരൊത്ത് കളിച്ചും പൂമ്പാച്ചകളെ പിടിച്ചും പാറിപ്പറന്നു നടക്കൂ. മൊബൈൽ ഫോൺ ആവശ്യത്തിന് മാത്രം ഉപയോഗിച്ച് അനാവശ്യ രോഗങ്ങൾ ഒഴിവാക്കൂ എന്നിത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ട കൂട്ടുകാർ, കാണുന്നത് ആലപ്പുഴ ലിയോ 13th LP സ്കൂളിലെ കൊച്ചു കൂട്ടുകാർ അവതരിപ്പിക്കുന്ന സർഗവേദിയിലെ വിവിധ പരിപാടികളാണ്. വീണ്ടും നമുക്കൊരു അറബി ഗാനം കേൾക്കാം. നമ്മുടെ മുഹമ്മദ് യാസിൻ തന്നെയാണ് ഈ അറബി ഗാനം നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവതരിപ്പിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇഹ്തിലാലുൽ യഹൂദ് ഫി ഫലസ്തീൻ ആദ ശഅർ ബികലമി നൗഫൽ മാസ്റ്റർമൈൽ ഫി ബഹ്റിൽ കാമിൽ. മുത്തഫായിലുൻ 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 മുത്ത
കറുബൽ അനാമു ഇലൽ ഖിയാമത്തി മുസ്രിഇ ളലമത്തു ആതു ബി അന്ന ഹൗല ജിനായത്തിൻ വതുസീബു ദൗമൻ ഫിൽ ബരീഹി താഹിരീൻ തത്തമായലുൽ പുണ്യാനു അത്ഫാലൻ അനീ വതസുബ്ബു നാറൻ ദൂന റഅഫി സാഖബീൻ വതലാശത്തിൽ ഔലാദു മിൻ ഉസരിൻ ഹമീ വതവാഅഫൽ ആലാമു ദൗമൻ നാളിരീൻ ഫിഅത്തുൽ യഹൂദു വലം തകുൻ അബദൻ മുഖീ മുതഹമ്മലൻ ബിഇഖാദി അഹ്ദിൽ ഫാജിരീൻ. ശുക്രൻ. ഇനി നമുക്കൊരു ലളിതഗാനം കേട്ടാലോ. ഇതും മുഹമ്മദ് ജാസിൻ തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത്. ഈ ഗാനം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: നീലരാവിൻ ജാലകപാളിയിൽ മെല്ലെ മെല്ലെ. മനോഹരമായ ഗാനം നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവതരിപ്പിക്കുന്നത് മുഹമ്മദ് ജാസിമാണ്. എൻ്റെ പേര് മുഹമ്മദ് ജാസിം. ഞാൻ ലിയോ 13 LP സ്കൂളിൽ 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ ഇന്നിവിടെ പാടാൻ പോകുന്നത് ലളിതഗാനമാണ്. നീലരാവിൻ ജാലകപ്പാളികൾ മെല്ലെ മെല്ലെ തുറന്നു. നീലരാവിൻ ജാലകപ്പാളികൾ മെല്ലെ മെല്ലെ തുറന്നു. മതിയിലേക ചിരി തൂകും മാനത്തിൻ മുറ്റത്ത്. മതിയിലേക ചിരി തൂകും മാനത്തിൻ മുറ്റത്ത്. താരക സുന്ദരി നിന്നു. നീലരാവിൻ ജാലകപ്പാളികൾ മെല്ലെ മെല്ലെ തുറന്നു. പ്രിയതരമാമൊരു ഗസലിൻ്റെ ഓർമ്മയാൽ മുല്ല തൻ മുട്ടു വിടർന്നു. പ്രിയതരമാമൊരു ഗസലിൻ്റെ ഓർമ്മയാൽ മുല്ല തൻ മുട്ടു വിടർന്നു. കാറ്റുകൾ കൈകളിൽ ഏന്തിയ പൂമണം. കാറ്റുകൾ കൈകളിൽ ഏന്തിയ പൂമണം. കാവുകൾ നീളിപ്പടർന്നു. നീലരാവിൻ ജാലകപ്പാളികൾ മെല്ലെ മെല്ലെ തുറന്നു. നാണം പടർന്നൊരി കായലിൻ നെഞ്ചകം പ്രേമാത്രമായി തളർന്നു. നാണം പടർന്നൊരി കായലിൻ നെഞ്ചകം പ്രേമാത്രമായി തളർന്നു. കളകള ഗോപുര മുഖരിത പുളിനങ്ങൾ. കളകള ഗോപുര മുഖരിത പുളിനങ്ങൾ ലാസ്യമാദാലസമായി. നീലരാവിൻ ജാലകപ്പാളികൾ മെല്ലെ മെല്ലെ തുറന്നു. മതിയിലേക ചിരി തൂകും മാനത്തിൻ മുറ്റത്ത്. മതിയിലേക ചിരി തൂകും മാനത്തിൻ മുറ്റത്ത്. താരക സുന്ദരി നിന്നു. നീലരാവിൻ ജാലകപ്പാളികൾ മെല്ലെ മെല്ലെ തുറന്നു. സർഗവേദിയിൽ അടുത്തത് ഒരു മോണാക്റ്റാണ്. ക്രിസ്ലിനാണ് ഈ മോണാക്റ്റ് നമുക്ക് വേണ്ടിയിട്ട് പങ്കുവയ്ക്കുന്നത്. ഇന്നത്തെ ആനുകാലിക വിഷയങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു മോണാക്റ്റാണ്. എൻ്റെ പേര് ക്രിസ്ലിൻ കെ ലിനു. ഞാൻ ലിയോ 13 LP സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് കേരളത്തിൽ നടക്കുന്ന ഒരു കൊച്ചു മോണാക്റ്റാണ്. എല്ലാവർക്കും നമസ്കാരം.
എൻ്റെ അച്ഛൻ, അമ്മ, അനിയത്തി എല്ലാവരും എന്നെ വിട്ടു പോയി. ഞാൻ തനിച്ചായി. ഞാനും ഇന്നലെ അവരോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് അവരോടൊത്ത് പോകാമായിരുന്നു. ഉരുൾപൊട്ടൽ! നിങ്ങൾ എല്ലാത്തിനും കാരണക്കാർ. മനുഷ്യർ. ദേവു, വാ, നമുക്ക് പഠിക്കാം. നമുക്ക് മാത്രമല്ല ഈ ഭൂമി, അടുത്ത തലമുറയ്ക്കും വേണ്ടിയാണ്. ഭൂമിയെ സംരക്ഷിക്കുക, അനേകം മരങ്ങൾ നട്ടുപിടിപ്പിക്കുക, പ്രകൃതിയെ നശിപ്പിക്കരുത്. കാർത്തു, ഈ വർഷത്തെ മികച്ച കർഷകനുള്ള അവാർഡ് എൻ്റെ അച്ഛനാണ്. ആണോ? എന്നിട്ട് അച്ഛനെവിടെ? അച്ഛനിവിടെ ഇല്ല, പാടത്ത് പോയിരിക്കുക. കാർത്തു, ഇത് നോക്കിയ ചിത്രശലഭങ്ങൾ, ഇതേ പിടിച്ചാടി, ഇവയൊക്കെ കാണാൻ എന്ത് ഭംഗിയാണല്ലേ. ദേവു, നിന്റെ അച്ഛൻ വരുന്നു. ആ മക്കളെ, നിങ്ങളെല്ലാവരും ഇവിടെ എന്ത് ചെയ്യുക? പഠിക്കുകയാണോ? അതെ അച്ഛാ, ഞങ്ങൾ പഠിക്കുക. അല്ല, അച്ഛൻ എന്തിപ്പോൾ എവിടെ വെച്ചത്? ഓ അത് കീടനാശിനി പാടത്തടിക്കാനുള്ളതാ. കീടനാശിനിയോ? ദേവു, ടീച്ചർ പറഞ്ഞിട്ടുള്ളതല്ലേ കീടനാശിനി അടിച്ചാൽ വൈക്കോൽ കഴിക്കുന്ന കന്നുകാലികളൊക്കെ ചത്തുപോകുമെന്ന്. ഇതില്ലാതെ എങ്ങനെ കൃഷി ചെയ്യാനാ? നിങ്ങൾ ഈ കാര്യത്തിലൊന്നും ഇടപെടണ്ട. നിങ്ങൾ കുട്ടികളാണ്. ഈ വർഷത്തെ മികച്ച കർഷകനുള്ള അവാർഡ് എനിക്കാണ്. ദേവു, കീടനാശിനി അടിച്ചാൽ പുൽച്ചാടികളും ചിത്രശലഭങ്ങളും ഒക്കെ നശിച്ചു പോകില്ലേ? അപ്പോൾ നമ്മളല്ലേ കൃഷി ചെയ്തുണ്ടാക്കുന്ന പച്ചക്കറികളും ധാന്യങ്ങളും ഒക്കെ കഴിക്കുന്നത്? പണ്ട് എൻഡോസൾഫാൻ പറ്റിയ വിനയെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ? നമുക്കും വരും അസുഖങ്ങളും മാറാരോഗങ്ങളും. എല്ലാവർക്കും 12 മണി വാർത്തകളിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ഷാൻ. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ഉരുൾപൊട്ടൽ ഭീതിയിൽ നാട്ടുകാർ നെട്ടോട്ടമോടുമ്പോൾ വീടുകളിൽ കവർച്ച നടത്തി ഒരു കൂട്ടർ. രാത്രി മുഴുവൻ അമ്മമ്മയ്ക്കും പേരക്കുട്ടിക്കും കാവൽ നിന്നു കാട്ടുകൊമ്പൻ. മധ്യലേരിയയിൽ സ്വന്തം അമ്മയെ തലക്കടിച്ചു കൊന്നു മകൻ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വൈകിയത് സർക്കാരിൻ്റെ അറിവോടെയോ? വാർത്തകൾ വിശദമായി. കരണ്ട് പോയല്ലോ. മോളെ, ആ വിളക്കൊന്ന് കത്തിച്ചേ. എന്തൊക്കെ ആ വാർത്തയിൽ പറയുന്നേ? കലികാലം. അമ്മൂമ്മേ, ദേ പപ്പായും മമ്മിയും വീഡിയോ കോളിൽ. ആണോ? എനിക്ക് സംസാരിക്കണം. എത്ര നാളായി അവരോടൊന്ന് സംസാരിച്ചിട്ട്. പപ്പ, അമ്മൂമ്മയ്ക്ക് സംസാരിക്കണമെന്ന്. തിരക്കാണോ? പ്ലീസ് പപ്പ, സംസാരിക്കേ. കട്ടിയല്ലേ? കട്ട് ചെയ്തു. എന്താ മോളെ അവൻ പറഞ്ഞത്? അവൻ എന്നോട് സംസാരിക്കണ്ട അല്ലേ? അല്ലേലും മക്കളെ വളർത്തി വലുതാക്കിയാൽ ജോലി തേടി UK-യിലും കാനഡയിലും പോകുന്നവർക്ക് എങ്ങനെ നാട്ടിലുള്ള അച്ഛൻ്റെ അമ്മയുടെയും കഷ്ടപ്പാടുകൾ അവർക്ക് എങ്ങനെ അറിയാം? മക്കളെ, നിങ്ങളെങ്കിലും നിങ്ങളുടെ അച്ഛനെ അമ്മയെ മരണം വരെ പൊന്നു പോലെ നോക്കണേ. ഹലോ, രാവിലെ എത്തിയാൽ മതി. 1 കോടി ക്യാഷ് ആയിട്ട് മതി. ആ, മന്ത്രി ഇവിടെ തന്നെ കാണും. 50 ഏക്കർ കൃഷിഭൂമി നിങ്ങളുടെ കമ്പനിക്ക് തന്നെ ആണ്. ശരി എന്നാ. ആ ചേട്ടാ. ഹലോ ഗൈസ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കഫടിപ്പുറത്തുള്ളൊരു കടയിലാണ് നിൽക്കുന്നത്. പെട്ടെന്ന് വന്നില്ലെങ്കിൽ ഇവിടെ ഉള്ള ഷവർമ എല്ലാം തീർന്നു പോകണ ഗൈസ്. എടുത്താണ് നിൻ്റെ ഒരു ഷവർമ. അരുത്, ഇവൻ പറയുന്നത് കേട്ട് നിങ്ങൾ ഷവർമ മേടിച്ച് കഴിക്കരുത്. ഇതേപോലെ വ്ലോഗർമാർ പറയുന്ന കേട്ട് ഷവർമ കഴിച്ചാൽ എൻ്റെ മകൻ ഈ ലോകത്ത് ജീവിച്ചിരിപ്പില്ല. നരകത്തിലെ കോഴിയാണ്, വെന്തൊഴുകുന്ന നരകത്തിലെ കോഴി. ആരും അത് മേടിച്ച് കഴിക്കരുതേ. കണ്ണുകൾ നന്മ കാണട്ടെ, കൈകൾ നന്മ ചെയ്യട്ടെ, ചിന്തകൾ നന്മയുള്ളതാവട്ടെ. ഭൂമിയെ സംരക്ഷിക്കുക, പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുക. നന്ദി. സർഗവേദിയിൽ അടുത്തത് ഒരു കവിതയാണ്. ആദികേശാണ് കവിത നമുക്ക് വേണ്ടിയിട്ട് പങ്കുവയ്ക്കുന്നത്. കവിത എല്ലാവർക്കും ഇഷ്ടമാണ്, പ്രത്യേകിച്ച് സുഗതകുമാരിയുടെ കവിത. ഈ കവിത തുടങ്ങുന്നത് തന്നെ ഒരു പാട്ട് പിന്നെയും എന്ന് തുടങ്ങുന്ന ഈ മനോഹരമായ കവിതയാണ് ആദികേശ് സർഗവേദിയിലെ കൊച്ചു കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് പങ്കുവയ്ക്കുന്നത്. നമസ്കാരം, എൻ്റെ പേര് ആദികേശ്വി. ലിയോ 13th LP സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഞാൻ. ശ്രീ സുഗതകുമാരി അമ്മയുടെ ഒരു പാട്ട് പിന്നെയും എന്ന കവിതയാണ് ഞാൻ ഇന്നിവിടെ ചൊല്ലാൻ പോകുന്നത്.
ഒരു പാട്ടു പിന്നെയും പാടി നോക്കുന്നിതാ ചിറകൊടിഞ്ഞുള്ളൊരി കാട്ടുപക്ഷി. മറുതിന്ന മാമരക്കൊമ്പിൽ തനിച്ചിരുന്നൊടിയാച്ചിറകു ചെറുതിളക്കി. നോവുമെന്നോർത്തു പതുക്കെ അനങ്ങാതെ പാവം പണിപ്പെട്ടു പാടിടുന്നു. ഇടറുമീ ഗാനമൊന്നേറ്റു പാടാൻ കൂടെ ഇണയില്ല, കൂട്ടിന്നു കിളികളില്ല. പതിവു പോൽ കൊത്തിപ്പിരിഞ്ഞു പോയി മെയ്ച്ചൂടിലടവെച്ചുണർത്തിയ കൊച്ചുമക്കൾ. ആർക്കുമല്ലാതെ വെളിച്ചവും ഗാനവും കാറ്റും മനസ്സിൽ കുടിയിരുത്തി. വരവായൊരന്തിയെ കണ്ണാലുഴിഞ്ഞുകൊണ്ടൊരു കൊച്ചുരാപ്പൂവുണർന്ന നേരം ഒരു പാട്ടു കൂടി പതുക്കെ മൂളുന്നിതാ ചിറകൊടിഞ്ഞുള്ളൊരി കാട്ടുപക്ഷി. ഇരുളിൽ തിളങ്ങുമീ പാട്ടു കേൾക്കാൻ കൂടെ മരമുണ്ട്, മഴയുണ്ട്, കുളിരുമുണ്ട്, തണലുണ്ട്, പുഴയുണ്ട്, തലയാട്ടുവാൻ താഴെ വരിമരച്ചോട്ടിലെ പുല്ലുമുണ്ട്. ആരുമില്ലെങ്കിലെന്തായിരം കൊമ്പത്ത് താരുകളുണ്ട്, താരങ്ങളുണ്ട്. ആ പാട്ടിലാഹ്ലാദത്തേനുണ്ട്, കണിവരും സ്വപ്നങ്ങളുണ്ട്, കണ്ണീരുമുണ്ട്. ഒരു പാട്ടു പിന്നെയും പാടവേ താൻ കൊച്ചു ചിറകിൻ്റെ നോവ് മറന്നു പോകെ. ഒരു പാട്ടു കൂടി പതുക്കെ മൂളുന്നിതാ ചിറകൊടിഞ്ഞുള്ളൊരി കാട്ടുപക്ഷി. വെട്ടിയ കുറ്റിമേൽ ചാഞ്ഞിരുന്നാദ്രമായൊറ്റ ചിറകിൻ്റെ താളമോടെ ഇനിയും പറക്കില്ല എന്നതോർക്കാതെയാൽ വിരിമാനമുള്ള പുണർന്നുകൊണ്ടേ. ഒരു പാട്ട് കൂടി പതുക്കെ മൂളുന്നിതാ ചിറകൊടിഞ്ഞുള്ളൊരി കാട്ടുപക്ഷി. നന്ദി, നമസ്കാരം. ഇനി കൂട്ടുകാർക്ക് ഒരു കഥ കേട്ടാലോ? നമ്മുടെ ബാസിത് മുഹമ്മദാണ് കഥ നമുക്ക് വേണ്ടിയിട്ട് പങ്കുവയ്ക്കുന്നത്. നമ്മൾ പറയാറില്ലേ, സംഭവിക്കുന്നതെല്ലാം നല്ലതിനാണെന്ന്. ബാസിത്തും ഈ കഥയിലൂടെ നമ്മളോട് പറയുകയാണ്, എല്ലാം നല്ലതിന്. നമുക്ക് കഥ കേൾക്കാമല്ലേ? എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ പേര് ബാസിത് മുഹമ്മദ് എച്ച്. ഞാൻ ലിയോ 13th LP സ്കൂളിലെ 3ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഞാനിവിടെ പറയാൻ പോകുന്നത് ഒരു കൊച്ചു കഥയാണ്. കഥയുടെ പേര് എല്ലാം നല്ലതു തന്നെ. ഒരിടത്തൊരിടത്ത് ഒരു രാജാവുണ്ടായിരുന്നു. രാജാവിന് ബുദ്ധിശാലിയായ ഒരു മന്ത്രിയുമുണ്ടായിരുന്നു. രാജാവിന് നായാട്ടിന് പോകാൻ വളരെ ഇഷ്ടമുണ്ടായിരുന്നു. ഒരു ദിവസം രാജാവും മന്ത്രിയും ഭടന്മാരുമായി നായാട്ടിന് പുറപ്പെട്ടു. ഒരു അപകടത്തിൽപ്പെട്ട് രാജാവിൻ്റെ കൈ മുറിഞ്ഞ് ചോര വരാൻ തുടങ്ങി. അപ്പോൾ മന്ത്രി പറഞ്ഞു, അത് നല്ലതു തന്നെ. അപ്പോൾ രാജാവ് ക്ഷോഭിതനായി, എൻ്റെ കൈ മുറിഞ്ഞ് ചോര വരുമ്പോഴാണോ അത് നല്ലതു തന്നെ? ആരവിടെ? ഈ മന്ത്രിയെ തുറങ്കിലടയ്ക്കൂ. ഭടന്മാർ മന്ത്രിയെ തുറങ്കിലടച്ചു. ഭടന്മാരും രാജാവും മുന്നോട്ടു നീങ്ങി. പെട്ടെന്നൊരു സിംഹം ചാടി വീണു. രാജാവ് പേടിച്ചു വിറച്ചു. ഭടന്മാർ 4 ഭാഗത്തും ഓടി മരത്തിൽ കയറി ഒളിച്ചിരുന്നു. രാജാവ് പേടിച്ചു വിറച്ച് ബോധം കെട്ടു വീണു. സിംഹം വന്ന് മണപ്പിച്ചു നോക്കി. ചോരമണമുള്ള ഇറച്ചി സിംഹത്തിന് ഇഷ്ടമല്ല. സിംഹം മുന്നോട്ട് നീങ്ങി. രാജാവ് പെട്ടെന്ന് ഞെട്ടി എണ്ണേറ്റു. ആരവിടെ? ആ മന്ത്രിത്തുറങ്കിൽ നിന്ന് പുറത്തിറക്കൂ. രാജാവ് മന്ത്രിയോട് പറഞ്ഞു, എൻ്റെ കൈ മുറിഞ്ഞ് ചോര വന്നില്ലായിരുന്നെങ്കിൽ ആ സിംഹം എന്നെ തിന്നുമായിരുന്നു. അപ്പോൾ മന്ത്രി പറഞ്ഞു, എന്നെ തുറങ്കിൽ അടച്ചില്ലായിരുന്നെങ്കിലും ആ സിംഹവും എന്നെ തിന്നുമായിരുന്നു. അപ്പോൾ രാജാവ് ചോദിച്ചു, അതെന്താ? എനിക്ക് മരത്തിൽ കയറാൻ അറിയില്ലല്ലോ. എല്ലാവരും പൊട്ടിച്ചിരിച്ചു. രാജാവ് മന്ത്രിക്ക് കൈ നിറയെ സമ്മാനം നൽകി. ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്
ജീവിതത്തിൽ എന്ത് അപകടം വന്നാലും അതിനെ തരണം ചെയ്ത് നിങ്ങൾ മുന്നോട്ട് നീങ്ങുക. നന്ദി, നമസ്കാരം. സർഗവേദിയിൽ ഇനി മറ്റൊരു കഥയാണ്. കഥ പറയുന്നത് മുഹമ്മദ് റയാനാണ്. മൺകുടത്തിൻ്റെ കഥ. 2 മൺകുടങ്ങളുടെ കഥയാണ്. എത്ര കഴിവില്ലാത്ത വ്യക്തികളിലും ഓരോ കഴിവ് ഒളിഞ്ഞു കിടപ്പുണ്ട് എന്നാണ് ഈ കഥ നമ്മളോട് പറയുന്നത്. ഈ മനോഹരമായ കഥ നമുക്കിപ്പോൾ കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് മുഹമ്മദ് റയാൻ. ഞാൻ ലിയോ തേർട്ടി LP സ്കൂൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് A3 പഠിക്കുന്നു. ഞാൻ പറയാൻ പോകുന്നത് 2 മൺകുടത്തിൻ്റെ കഥയാണ്. ഒരിടത്ത് പാവം കൃഷിക്കാരുണ്ടായിരുന്നു. ആ കൃഷിക്കാരന് 2 മൺകുടം ഉണ്ടായിരുന്നു. ആ കൃഷിക്കാരൻ രാവിലെ നദിയിൽ നിന്ന് വെള്ളം എടുത്ത് പാടത്തൊഴിക്കായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഒരു മൺകുടം താഴെ വീണ് ചെറിയൊരു വിള്ളലുണ്ടായി. ആ വിള്ളലിൽ നടക്കുന്ന പാതയിൽ വെള്ളമായി. പാടത്തെത്തുമ്പോൾ പാതി വെള്ളമേ കാണത്തുള്ളൂ. അങ്ങനെ ഒരു പൊട്ടാത്ത മൺകുട പൊട്ടി മൺകുടത്തെ കളിയാക്കി അശിയെ കൂക്കു, നിന്നെ കൊണ്ട് ഒരു ഉപയോഗമല്ലേ അശിയെ കൂക്കു. അപ്പോഴേക്കും ഉപയോഗമല്ലേ അശിയെ കൂക്കു എന്ന് കളിയാക്കി. അപ്പോഴേക്കും പൊട്ടി മൺകുടത്തിൻ്റെ സങ്കടമായി. അങ്ങനെ ഒരു ദിവസം പൊട്ടിയ മൺകുടം അച്ഛമ്മയോട് ചോദിച്ചു, യജമാനാ, ഞാൻ പൊട്ടിയതല്ലേ, ഇതുവരെ തന്നെ കളയാത്തത്? നിന്നെ കൊണ്ട് എനിക്ക് ഉപയോഗമുള്ളല്ലോ. ഞാൻ നടക്കുന്ന പാതയിൽ വെള്ളമായി. ഈ ചെടികളും പൂക്കളും വളർന്നു വന്നപ്പോൾ നിന്നെ കൊണ്ട് എനിക്ക് ഉപയോഗമുള്ളല്ലോ. അപ്പോഴേക്ക് പൊട്ടിയ മൺകുടത്തിന് സന്തോഷമായി. അങ്ങനെ ഒരു ദിവസം പൊട്ടിയ മൺകുടം പൊട്ടാത്ത മൺകുടത്തിനെ പറഞ്ഞു, കൂട്ടുകാരാ, സോറി, എനിക്ക് അറിയാതെ പറ്റിയതാ. അതിൽ നിന്ന് കണ്ടെത്താ ആരെയും കളിയാക്കാൻ പാടില്ല. ഓരോരുത്തർക്കും ഓരോ കഴിവുകളുണ്ട്. നന്ദി. സർഗവേദിയിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ലിയോ 13th LP സ്കൂളിലെ കൊച്ചു കൂട്ടുകാർ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികളാണ്. ഇനി നമുക്ക് മനോഹരമായൊരു അറബി ഗാനം കേൾക്കാം. മുഹമ്മദ് ഇർഫാനും കൂട്ടരുമാണ് അറബി ഗാനം നമുക്ക് വേണ്ടിയിട്ട് പങ്കുവെക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അയാ സോമ മുനാസിന താലോലില്ലംനി അയാ ഉമറ ബിലാദിന ഹരമോലില്ലുംനി അയാ സോമ മുനാസിന താലോലില്ലംനി അയാ ഉമറ ബിലാദിന ഹരമോലില്ലുംനി تعصبنا وشيتنا إلى الإفساد دمعنا إلى الخسران يجلبنا علينا أن نقولنا إلى ترك الخير وندفعنا من الرضا سبيل الله ياري علينا أن نقولنا إلى طرق الخير وندفعنا من الرضا سبيل الله ياري وسد سبلا سهلا جدا وسد سبلا سهلا جدا على الفوضى أيا زعماء أناسنا تعالوا للأمن أيا أمراء بلادنا هلموا للأمن أيا زعماء أناسنا تعالوا للأمن أيا أمراء بلادنا هلموا للأمن لا أطرافة في الإنسان عادت كارتك الحيوان لا أطرافة في الإنسان عادت كارتك الحيوان هيا هيا سلامتك هيا هيا سلامتك حياتنا ننسى أيا سعما أناسنا تعالوا للأمن أيا أمراء بلادنا هلموا للأمن لبس أناس جلود الوحوش حصل الوحوش بهول أناس لبس أناس جلود الوحوش حصل الوحوش بهول أناس نهي نهي قلوبك يا نهي نهي قلوبك يا
شجاع الصوما أيا زعما أناسنا تعالوا للأمن أيا أمراء بلادنا هلموا للأمن. السلام عليكم ورحمة الله تعالى وبركاته. അടുത്തത് ഇമ്മാനുവൽ PBയുടെ ഒരു ഇംഗ്ലീഷ് അവയർനെസ് പ്രോഗ്രാമാണ്. അതായത് ഒരു സ്പീച്ച് എൻവയറമെൻറ്റിനെ പറ്റി, എൻവയറമെൻറ്റ് അവയർനെസ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്പീച്ചാണ് ഇനി കുട്ടികൾ കേൾക്കാൻ പോകുന്നത്. Good morning to everyone. My name is Emmanuel PB. I am studying in 4th standard at Leo 13 LP School. We celebrate June 5th as World Environment Day, a day to recognize our connection with the nature and the urgent need to protect it. From the air we breathe to the water we drink, our well-being depends on a healthy planet. Let's take some small decisions but meaningful steps. Reduce waste, plant more trees, conserve energy and spread awareness. It's not just about saving the earth, it's about saving ourselves. Let's make a greener environment for a sustainable future. Thank you. സർഗവേദിയിൽ അടുത്തത് ഒരു മലയാളം പ്രസംഗമാണ്. കൃതിഷ് കുമാറാണ് ഈ പ്രസംഗം നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവതരിപ്പിക്കുന്നത്. എനിക്കറിയാവുന്ന നെഹ്റു, സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിനെ പറ്റിയാണ് ഈ ഒരു പ്രസംഗം. നമസ്കാരം, എൻ്റെ പേര് കൃതീഷ് കുമാർ കെ. ഞാൻ ആലപ്പുഴ ജില്ലയിലെ ലിയോ 13 LP സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഞാൻ ഇന്ന് നമുക്ക് ഒത്തിരി പ്രിയപ്പെട്ട നമ്മുടെ ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ചാണ് ഞാൻ ഇവിടെ ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്നത്. ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയും ഒരു പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്നു. അദ്ദേഹം ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്നു. അദ്ദേഹം 1889 നവംബർ 14 അലഹാബാദിൽ ജനിച്ചു. അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ നവംബർ 14 ശിശുദിനമായി ആഘോഷിക്കുന്നു. ജവഹർലാൽ നെഹ്റു കുട്ടിക്കായി ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന പുസ്തകം എഴുതി. നന്ദി, നമസ്കാരം. സർഗവേദിയിൽ അവസാനമായിട്ട് ഒരു കഥയൂടെ നമ്മൾക്ക് കേൾക്കാം. അഫ്സനാണ് നിങ്ങൾക്കായിട്ട് ഈ കഥ പറയുന്നത്. കഥയുടെ പേരാണ് തേനീച്ചയും മാടപ്രാവും. ഈ മനോഹരമായ കഥ കേട്ട് കഴിയുമ്പോൾ ഇന്നത്തെ സർഗവേദി പൂർണ്ണമാവുകയാണ്. അടുത്ത ദിവസം മറ്റൊരു സ്കൂളിലെ കുരുന്നു കൂട്ടുകാരുടെ വിവിധ തരം പരിപാടികളുമായിട്ട് ഞങ്ങൾ എത്തുന്നതായിരിക്കും. എൻ്റെ പേര് അഹ്സൻ. ഞാൻ ലിയോ 13 LP സ്കൂളിലെ 3ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയാണ്. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കഥയുടെ പേരാണ് തേനീച്ചയും മാടപ്രാവും. ഒരിക്കൽ ഒരു തേനീച്ച തടാകത്തിൽ വീണു. അവൻ്റെ ചിറകുകൾ എല്ലാം നനഞ്ഞുപോയി. അതുകൊണ്ട് അവന് പറക്കാൻ കഴിഞ്ഞില്ല. ഈ കാഴ്ചകളെല്ലാം ഒരു മാടപ്രാവ് കാണുന്നുണ്ടായിരുന്നു. അവൻ ഒരു ഇല കൊത്തി തേനീച്ചയ്ക്ക് ഇട്ടുകൊടുത്തു. തേനീച്ച കയറിയെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാടപ്രാവ് പറന്നുപോയി. കുറേ ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം തേനീച്ച പൂക്കൾ തേൻതോറും പാറി നടക്കുമ്പോൾ ആ കാഴ്ച കണ്ടത് ഒരു കുട്ടി മാടപ്രാവിനെ കല്ലെറിഞ്ഞ് അപകടപ്പെടുത്താൻ നോക്കുന്നു. അപ്പം തേനീച്ച അവനൊരു കുത്തു കൊടുത്തു. കുട്ടി കരഞ്ഞു. കുട്ടി കരയുന്ന ശബ്ദം കേട്ട് മാടപ്രാവ് പറന്നുപോയി. കൂട്ടുകാരെ, നമുക്ക് ഈ കഥയിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? നന്മ ചെയ്താൽ നന്മ തന്നെ ലഭിക്കും. എൻ്റെ കഥ ഇഷ്ടമായോ? നന്ദി, നമസ്കാരം.